ഹലോ ഗൈസ്, എന്നെ വിശേഷം. നിങ്ങൾക്കറിയോ നമ്മൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്ന്? സോ ദാറ്റ് നമ്മുടെ എല്ലാ ദിവസവും വിറ്റ്നസ് ചെയ്യാൻ ദർ ഇസ് സമ്മൺ വിത്ത് അസ്, ദ ഗുഡ് ബാഡ് ആൻഡ് ദ മണ്ടേൻ. ഈ ആഴ്ച നമ്മൾക്ക് തുടങ്ങിയത് ഭയങ്കര അടിപൊളിയായിട്ടാണ്. എനിക്ക് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ജോലിക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്, എന്നാൽ ഇഷ്ടമില്ല താനും. കാരണം എനിക്ക് മൺഡേ ട്യൂസ്ഡേ മാത്രം ഓഫീസിൽ പോയാൽ മതി, ബാക്കി 3 days ഞാൻ വർക്ക് ഫ്രം ഹോമാണ്. സോ ആ മൺഡേ ട്യൂസ്ഡേ ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കും ജോലിയിൽ. I'm there, I'm doing everything, I'm happy. So it's tea time. Me and my work wife. അങ്ങനെ 2 ദിവസം ജോലിക്ക് പോയി. മൂന്നാമത്തെ ദിവസം എനിക്ക് ക്ഷീണമായി. സോ ഐ ടുക്ക് എ ഡേ ഓഫ് ആൻഡ് വെൻ ഫോർ എ സോളോ ഡേറ്റ്. ആദ്യം ഒരു മസാജ് പോയി. നല്ലൊരു അടിപൊളി മസാജ് കഴിഞ്ഞു ഞാൻ മേഘരൂപയായി. പിന്നെ അങ്ങോട്ട് തുടങ്ങിയില്ലേ ഷോപ്പിംഗ്, റീറ്റെയിൽ തെറാപ്പി. നമ്മുടെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ പരിഹാരം ഐ തിങ്ക് ഇറ്റ്സ് ഷോപ്പിംഗ്. ആൻഡ് ഐ ലവ് റീറ്റെയിൽ തെറാപ്പി. അതായത് എല്ലാം എനിക്കിഷ്ടമാണ്. ഷോപ്പിംഗ്, ഡ്രൈവിംഗ്, ബീച്ചിൽ പോകുന്നത്, കറങ്ങാൻ പോകുന്നത് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കിതെല്ലാം ചെയ്യാൻ ആരെങ്കിലുമൊക്കെ കൂടെ വേണം. സോ നൗ ദാറ്റ് ഐ എം മാരീഡ്, ഞാൻ എല്ലാ കാര്യത്തിലും ബേബിയുടെ കൂടെയാണ് പോകുന്നത്. നമ്മളെല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത്. ബട്ട് ദെൻ നമ്മുടെ കൂടെ എപ്പോഴും ആരെങ്കിലുമൊക്കെ കാണത്തില്ലല്ലോ. സോ ഐ തോട്ട് വൈ ഡോണ്ട് ഐ ഡു തിങ്സ് ഓൺ മൈ ഓൺ. ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും? അപ്പം അങ്ങനെ ഒരു തുടക്കമാണ് ഇന്നത്തെ എൻ്റെ ഒരു സോളോ ഡേറ്റ്. ഇന്ന് ഇറ്റ്സ് ഓൾ അബൌട്ട് മീ ആൻഡ് വാട്ട് ഐ ലവ് ആൻഡ് വാട്ട് ഐ ലവ് ദ മോസ്റ്റ്. പിന്നെ നമ്മളെല്ലാവരും ഈ പ്രയോറിറ്റീസിനെ പറ്റി ഘോര പ്രസംഗിക്കും. പക്ഷേ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ മിക്കപ്പോഴും മറന്നു പോകാറുണ്ട്. പിന്നെ വെൻ യു ഗോ ഓൺ ദീസ് സോളോ ഡേറ്റ്സ് നമ്മൾ മനസ്സിലാക്കും ദാറ്റ് വി ചൂസ് അവർ സെൽസ് ആൻഡ് വി ക്യാൻ ചൂസ് അവർ സെൽസ് ഗിൽറ്റില്ലാതെ. അതായത് നമ്മളൊരാൾ വെയിറ്റ് ചെയ്യാനില്ല, നമ്മൾ വേറൊരാളുടെ ടൈം കളയുന്നില്ല. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ സമയം എടുത്ത് ചെയ്യുക, ആൻഡ് ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിലാക്കുക. അതായത് ഈ ബുക്ക് സ്റ്റോളിൽ കൂടെ നടക്കുന്നത്, ഈ പുതിയ ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ കാണുമ്പോൾ ലൈക്ക് എവറിത്തിങ് ലുക്സ് സോ ബ്യൂട്ടിഫുൾ. ഇത് ചിലപ്പോൾ ഞാൻ വേറൊരാളുടെ കൂടെ വന്നാൽ എനിക്ക് ഇത്രയും നിന്ന് എൻ്റെ ടൈം എടുത്ത് ആസ്വദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമായിരിക്കാം. പക്ഷെ നമ്മുടെ മനസ്സിൽ കാണും, ഓ ഞാൻ വേറൊരാളെ വെയിറ്റ് ചെയ്യിപ്പിക്കുവാണോ, അങ്ങനെയൊക്കെ. ആൻഡ് ഐ ഫെൽറ്റ് സോ ഗുഡ് ഇൻ ദിസ് ഡേറ്റ്. അതായത് ഐ വാസ് ഇൻ ദ മോമെൻറ്റ്. ദർ ഇസ് നോ ബഡി വെയിറ്റിംഗ് ഫോർ മീ, ദർ ഇസ് നത്തിങ് എൽസ് ഹാപ്പനിങ് അറൗണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ആസ് യൂഷ്വൽ ഐ കെയിം ബാക്ക് ഹോം ആൻഡ് ഐ വെൻറ്റ് ഫോർ മൈ ഈവനിങ് വാക്ക്. ആൻഡ് ഈവനിങ് വാക്ക്സ് ഇപ്പോൾ എൻ്റെ ലൈഫിൻ്റെ ഒരു വലിയൊരു പാർട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കിവിടെ ഇഷ്ടമുള്ള ആൾക്കാരുടെ ഒരു സൈലൻറ്റ് കൈൻഡ്നെസ് ഉണ്ട്. അതായത് നത്തിങ് ഷുഡ് ഗോ ടു വേസ്റ്റ്. വാട്ട് ബിക്കംസ് ഓൾ ഫോർ അസ് ക്യാൻ ബി ന്യൂ ഫോർ സമ്മൺ എൽസ്. അതായത് ഇവർ യൂസ് ചെയ്ത ഫർണിച്ചർ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഐറ്റംസ് അതൊക്കെ അവർ മൂവ് ഔട്ട് ചെയ്യുമ്പം, അല്ലെങ്കിൽ അവർക്ക് സെയിലിന് എന്തെങ്കിലും പുതിയത് കിട്ടുമ്പം അവരുടെ പഴയ സാധനം അവർ വീടിന് പുറത്തെടുത്ത് വെക്കും. ഇറ്റ്സ് ദാറ്റ് ദർ ഇസ് നോ ഡ്രാമ. ഇഫ് യു നീഡ് ഇറ്റ് യു ടേക്ക് ഇറ്റ്, യു ഈദർ സെൽ ഇറ്റ് ഓൺ മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഇങ്ങനെ വെക്കും. അങ്ങനെ നമ്മളും മാർക്കറ്റ് പ്ലേസിൽ കണ്ടൊരു സാധനം മേടിച്ചു. നമുക്കൊരു ബെഡ് വേണമായിരുന്നു നമ്മുടെ TV റൂമിലേക്ക്. ആൻഡ് നമ്മൾ സാറ്റർഡേ മോർണിംഗ് അതെടുത്തുകൊണ്ട് പോകുന്നതാണ് ഈ കാണുന്നത്. പിന്നെ വീക്കെൻഡൊക്കെ അല്ലേ, നമ്മൾ നല്ലൊരു അടിപൊളി മലയാളി റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ഫൈൻ ഡൈനിങ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വേണമല്ലോ, എന്നാലല്ലേ ഒരു രസമുള്ളൂ. അങ്ങനെ പോയി ഞാൻ നല്ല നെയ്ച്ചോറും പള്ളിക്കറിയും, ബേബി ഒരു ചിക്കൻ ബിരിയാണിയും കഴിച്ചു. റീസെൻ്റ്ലി ഐ വെൻ്റ് എ സൈസ് അപ്പ്, സോ സം ഓഫ് മൈ ക്ലോത്ത്സ് ഡോണ്ട് ഫിറ്റ് മീ എനിമോർ. അപ്പം അത് വെറുതെ എൻ്റെ വാർഡ്രോബിൽ ഇരിക്കുന്നതിൽ നല്ലത് നമ്മൾ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ. സോ നമ്മളുടെ സീസണലായിട്ടുള്ള ക്ലോത്ത്സ് പാക്ക് ചെയ്ത് ഫോർ സ്റ്റോറേജ്, ആൻഡ് നമ്മൾ ഉപയോഗിക്കാത്ത നല്ല ക്ലോത്ത്സ് ഡൊണേഷനും പാക്ക് ചെയ്തു. അങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ദ ഗോഡ്സ് സൈൻ ദാറ്റ് നമ്മൾ ഗോഡ്സ് ഫേവറേറ്റ് ചിൽഡ്രൻ ആണെന്നുള്ളതിൻ്റെ. നമ്മളെവിടെ പോയാലും നേച്ചർ ഇസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ദ നേച്ചർ ഇസ് സോ കൈൻഡ് ടു അസ്. നമ്മളൊരു ഫുൾ റെയിൻബോ കണ്ടു ആൻഡ് നമ്മളത് കണ്ടപ്പോൾ ഓർത്തു അന്നെങ്കിൽ നമുക്ക് ബീച്ചിൽ പോയാലോ. പിന്നെ നമ്മൾ രണ്ടുപേരും ബീച്ച് പീപ്പിളാണേ. അപ്പം നമ്മൾ തമ്മിൽ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ കോമൺ ആയിട്ടില്ല, പക്ഷേ ഉള്ള കാര്യങ്ങളിൽ നമ്മൾ തമ്മിൽ ഭയങ്കര യൂണിറ്റിയാണ്. ലൈക്ക് ഷോപ്പിംഗ്, പിന്നെ ഈ ഡ്രൈവിങ്, പിന്നെ ഈ ബീച്ചിൽ പോകുന്നത്, നമ്മൾ ഈ കാര്യങ്ങളിൽ ഭയങ്കര യൂണിറ്റിയാണ്. പിന്നെ ഈ ഹോൾ സമ്മറിൽ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ഈ ബീച്ചിൽ വരും.
we would come here to swim, we would come here to walk. നമ്മളുടെ കറൻറ്റ് ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊരു സ്ഥലം വേണമെന്നാണ് താമസിക്കാൻ. നൗ വി ലീവ് അറൗണ്ട് 10-12 കിലോമീറ്റേഴ്സ് ഫാർ ഫ്രം ദ ബീച്ച്. അപ്പം ഇപ്പം നമുക്ക് ആഗ്രഹമുണ്ട് കുറച്ചും കൂടെ അടുത്താണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഇവിടെ എണീക്കാമല്ലോ. ആൻഡ് വി കുഡ് ലിറ്ററലി ഹിയർ ദ വേവ്സ്, ഹിയർ ദ വിൻഡ് every single day. And as I read in my book now, The Alchemist, when you want something, all the universe conspires in helping you to achieve it. അപ്പം നമ്മൾ രണ്ടുപേരും എല്ലാ ദിവസവും അതും സ്വപ്നം കണ്ടുകൊണ്ടാണ് കിടക്കുന്നത്, ബീച്ചിൻ്റെ അടുത്തേക്ക് വന്ന് താമസിക്കാൻ പറ്റുന്നത്. കാരണം ഈ ബീച്ച് വേവ്സ് ആർ ലൈക്ക് ഇൻസ്റ്റൻറ്റ് കാം. എല്ലാ ടെൻഷനും അലിഞ്ഞു പോകുന്ന പോലെ. ലൈക്ക് ലിറ്ററലി ദ ടൈം സ്ലോസ് ഡൗൺ and we feel lighter, happier, and more connected. And we're so grateful for the simple moment of life. ഇനി കുറച്ച് ASMR ആയല്ലോ. എങ്ങും പോവല്ലേ, ബാക്കിയുണ്ട്. സോറി ഗൈസ്, ഞാനൊരു ASMR ഫാനാണ്. ASMR കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും വിചാരിക്കല്ലേ. Hi, how are you? Good, cold? അങ്ങനെ നമ്മൾ രണ്ടുപേരും കുറേ സമയം ബീച്ചിലിരുന്നു. ഇവിടെ വന്ന സമയം പോയതേ അറിഞ്ഞില്ല. ആൻഡ് നമ്മൾ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ വി തോട്ട് ലെറ്റ്സ് ഗെറ്റ് ബാക്ക്. ആൻഡ് ഇവിടെ ഈ മറീന ഒക്കെ ക്ലോസ് ആയി, എല്ലാവരും ബോട്ടൊക്കെ മൂടിയിട്ടേക്കുവാണ്. ദ ബിഗ് വിൻ്റർ ഇസ് കമ്മിങ്. അപ്പം ഇനി അടുത്ത സമ്മറിനെ ഇതൊക്കെ പുറത്തെടുക്കത്തുള്ളൂ. ആൻഡ് നമ്മൾ ബീച്ചിനോട് ബൈ പറഞ്ഞിട്ട് നമ്മളത് പോവുകയാണ്. ഇവിടെ ഒരു സ്നോഫ്ലേക്ക് ഒക്കെ ഉണ്ട്. ഇപ്പം വിൻ്റർ ആയില്ലേ, സ്നോഫ്ലേക്കും സ്റ്റാർസും ക്രിസ്മസ് ഡിക്കോറാണ് കൂടുതലും. നമ്മളുടെ സിറ്റിയുടെ അടുത്തുള്ളൊരു സിറ്റിയിൽ പുതിയൊരു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വരുവാണ്. ആൻഡ് പിന്നെ ഇവിടെ ഇപ്പം ബ്ലാക്ക് ഫ്രൈഡേ സെയിൽസ് ഒക്കെ നടക്കുന്ന കാരണം നമ്മൾ വീണ്ടും കുറച്ച് ഷോപ്പിംഗ് ചെയ്തു, വീണ്ടും കുറച്ച് തുണിയൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് മനസ്സിലായി നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന നമുക്ക് ലാഭം, കടകളൊക്കെ അടച്ചിട്ട് പുറത്തിറങ്ങുന്നതാണ് നമുക്ക് ലാഭമെന്ന്. പിന്നെ നമ്മുടെ സ്റ്റോറേജിലേക്ക് പോവുക. ഇവിടെ ഈ ഒരു ഫെസിലിറ്റി ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ വെക്കേണ്ട ആവശ്യമില്ല. സീസണലായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ ബാക്കി സാധനങ്ങൾ ഇങ്ങനെ സ്റ്റോറേജിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കാം. അതായത് വിൻ്റർ ആകുമ്പം വിൻ്ററിൻ്റെ സാധനങ്ങൾ എടുത്താൽ മതി, സമ്മർ ആകുമ്പോൾ സമ്മറിൻ്റെ സാധനങ്ങൾ എടുത്താൽ മതി. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. പിന്നെയും ഒരു മീൽ പ്രെപ്പിംഗ്. നാളെ തൊട്ട് നമുക്ക് വീണ്ടും 9 to 5 ജോലിക്ക് പോകണം. ആൻഡ് ജോലിക്ക് പോകുന്ന ദിവസങ്ങൾ കുറച്ചും കൂടെ ഈസി ആവും ഇഫ് വി ഡു അവർ prepping and everything on the Sunday. അത് കാരണം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2-3 ദിവസത്തേക്കുള്ള ഫുഡെല്ലാം കുക്ക് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിലുണ്ടല്ലോ, എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അത്രയും തത്രപ്പാടില്ല. രണ്ടുപേരും 9 to 5 ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം ഇന്ന് നമ്മളുടെ പ്രോട്ടീന് വേണ്ടിയിട്ട് ബേബി ഉണ്ടാക്കിയേക്കുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണ്. ആൻഡ് ഞാൻ ഒരു സ്പിനച്ച് തോരൻ വെച്ചു. പിന്നെ നമ്മുടെ ചോറ് റെഡി ആയപ്പോഴത്തേക്ക് കറിയും റെഡിയായി. അങ്ങനെ ഇന്ന് അടുത്ത ആഴ്ചത്തേക്കുള്ള നമ്മുടെ ബിഗ് പ്രെപ്പ് ഇസ് ഡൺ. ആൻഡ് നമ്മൾ ഒരു സാൽസ ഉണ്ടാക്കി നമ്മൾ. കാരണം ഈ രാത്രിയിലൊക്കെ ഇന്ന് TV കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ തോന്നുമല്ലോ. നമ്മൾ രണ്ടുപേരും ഇപ്പം ബിഞ്ച് വാച്ചിങ് ആ ഗെയിം ഓഫ് ത്രോൺസ്. ഒരു 14 years ആയി ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് എയർ ചെയ്തിട്ട്. മൈ ഹസ്ബൻഡ് ഹാസ് നെവർ വാച്ച്ഡ് ഇറ്റ്. പക്ഷേ എൻ്റെ റെക്കമെൻഡേഷനിൽ നമ്മൾ പുതിയ TV മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കാണാൻ തുടങ്ങി. ഇപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ 1 മണിക്കൂറിലായിരിക്കുന്നത്. ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് കഴിച്ചാൽ മതിയോ, ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് നമുക്ക് പോയാൽ മതിയോ, ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് നമുക്ക് ഉറങ്ങിയാൽ മതിയോ. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഒരു ഗോഡ് ഫാൻസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. I was already one and now he's on his way. And this is the end of today's video. നമ്മളിതാ ഈ എപ്പിസോഡ് കഴിഞ്ഞ് കിടന്നുറങ്ങും. And tomorrow onwards we'll go back to our grind. Thank you for watching our video.